സുഖദുഃഖങ്ങൾ ജീവിതത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ളതാണത്. ദുഃഖം വരുമ്പോഴും ആപത്ത് വരുമ്പോഴും മനുഷ്യന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനാവണം. ജീവിതത്തിൽ എന്നും ദുഃഖം മാത്രമോ സുഖം മാത്രമോ ഉണ്ടാകാറില്ല. ഇടയ്ക്ക് കയറി വരുന്ന കണ്ണുനീരും ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ദുഃഖത്തെ ആട്ടിപ്പായച്ച് നമ്മൾ ജീവിതത്തെ നേരിടണം, ഒരു പോരാളിയെപ്പോലെ. ഒരു കുന്നിനൊരു കുഴി എന്നോണം, ഒരു കയറ്റത്തിന് ഇറക്കം എന്നോണം ജീവിതം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴനുഭവിക്കുന്ന ആ കാലവും പോകുമെന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരാളുടെയും ദുഃഖവും ദുരിതവും ഒന്നും തന്നെ മറ്റൊരാളുടേതിന് ഒരിക്കലും സമാനമാവില്ല. അതുകൊണ്ട് അവനവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ തന്നെ അവനവന് വലുതാണ്. അതുകൊണ്ട് ഒരാൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എത്രത്തോളം വലുതാണെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. അതെത്ര ചെറുതാണെങ്കിൽ പോലും താൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴമളക്കാൻ മറ്റാർക്ക് സാധിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരായി ആരും തന്നെ ഇല്ല. ചിലപ്പോഴൊക്കെ അറിഞ്ഞും മറ്റു ചിലപ്പോഴൊക്കെ അറിയാതെയും ചെയ്യുന്ന തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തുകയോ അല്ലാതെ മറ്റൊരു വഴിയുമില്ല തന്നെ. പാപത്തിന്റെ പരിഹാരം പശ്ചാത്താപമാണെന്ന് പല മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന് ക്ഷമ. ക്ഷമ നമുക്ക് ജീവിതത്തിൽ ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ഷമ പലതരമുണ്ട്. ഒരാൾ നമ്മോട് ചെയ്ത തെറ്റ് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്, ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കാൻ സമയം കൊടുക്കുക. പിന്നെയുള്ളത് ഒരാളെ കേൾക്കാനുള്ള ക്ഷമയാണ്. ഒരാൾ നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വരുമ്പോൾ അയാളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അത്രത്തോളം വലുതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാൾ പറയുന്നത് എന്താണെന്ന് ക്ഷമയോടെ നമ്മൾ കേൾക്കണം. നമുക്ക് നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റൊരാൾക്ക് വളരെ വലുതായിരിക്കും. അയാളെ കേൾക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അയാളുടെ സങ്കടങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിലുണ്ടാവാം. അയാളുടെ മാനസികാവസ്ഥ തന്നെ മാറ്റാൻ നമ്മുടെ ഓരോ വാക്കിനും കഴിഞ്ഞെന്നും ഇരിക്കും. അതുകൊണ്ട് ഒരാളെ കേൾക്കാൻ നമ്മൾ ക്ഷമ പാലിക്കണം. പിന്നെയുള്ളത് നമ്മുടെ പ്രവൃത്തിയിലെ ക്ഷമ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ക്ഷമയോടുകൂടി ചെയ്യുക. ഒട്ടും ധൃതി കാണിക്കാതെ ക്ഷമയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി പൂർണ്ണമായും വിജയിക്കുക തന്നെ ചെയ്യും. പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ക്ഷമ ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണം ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ക്ഷമ ഒരു ശീലമാക്കുന്നത് നന്നായിരിക്കും. ഇനി ജീവിതത്തിലെ നമ്മുടെ പ്രധാന ശത്രു എന്താണെന്ന് അറിയാമോ? അതാണ് അസൂയ. ഒരാളോടുള്ള നമ്മുടെ അസൂയ അയാളുടെ മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ നരകതുല്യമാക്കും. ഒരാളോടുള്ള നമ്മുടെ അസൂയ നമ്മുടെ മനസ്സിനെ തന്നെ സംഘർഷഭരിതമാക്കും. അത് നമ്മുടെ ജീവിതത്തിന് ഒരു നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്കുള്ളിൽ അസൂയ മറ്റൊരു രൂപത്തിലേക്ക് മാറുകയും, അതായത് ശത്രുഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ഓരോ ദിവസവും സമയവും അതിനുവേണ്ടി ചെലവഴിച്ച് നമ്മുടെ നല്ല സമയങ്ങളും സന്തോഷങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്നു. ഒരാളുടെ കഴിവിനെ, അയാളുടെ ഉയർച്ചയെ അംഗീകരിക്കുക. അയാളോട് ശത്രുതയും വിഷമവും അസൂയയും ഒന്നും കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരാൾക്ക് സാധിക്കാത്തത് നമ്മൾ നേടുമ്പോഴോ സാധിക്കുമ്പോഴോ നമ്മൾ പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യവുമില്ല. ഈ കാരണങ്ങളൊക്കെ ഇപ്പൊ പറയാൻ കാരണം എന്തെന്നാൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അത് ഇത്രമാത്രം: നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നിട്ടില്ല, തിരികെ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഒരു കാര്യവും ശാശ്വതവുമല്ല. ഒന്നിനെയും ഓർത്ത് ദുഃഖിക്കേണ്ടതുമില്ല, അമിതമായി സന്തോഷിക്കേണ്ടതുമില്ല.